ദമ്പതിമാരെയും സുഹൃത്തായ അധ്യാപികയും അരുണാചലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത അല്പം മുമ്പ് വന്നിരുന്നു. കോട്ടയം സ്വദേശികളായ ദേവി, ഭർത്താവ് നവീൻ, തിരുവനന്തപുരം സ്വദേശിയായ ആര്യ എന്നിവരാണ് മരിച്ചത്. പോലീസ് അവിടെ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. ആര്യ കാണാനില്ലെന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിരുന്നു. AV ജയശങ്കർ ഇപ്പോൾ ആര്യയുടെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ ആര്യയുടെ കുടുംബത്തിന് പരിചയമുള്ളവരാണോ ഈ ദമ്പതികൾ? ഒപ്പം ഇവർ ഈ യാത്ര പോയതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇവർ വീട്ടിൽ നിന്ന് പോകുന്നതിനെ സംബന്ധിച്ചൊക്കെ ഈ വീട്ടുകാർക്ക് എന്താണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്? ഗോകുൽ, അക്കാര്യത്തിലെല്ലാം തന്നെ ഒരു കൃത്യത വരാനുണ്ട്. നമ്മളിപ്പോൾ വീടിന് മുന്നിലാണുള്ളത്. ഈ മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു. പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിന് ഇല്ല എന്നാണ് ആര്യയുടെ പിതാവ് പറയുന്നത്. തങ്ങളുടെ മകൾ ഇത്തരത്തിൽ അരുണാചൽ പ്രദേശിൽ മരിച്ചതിൻ്റെ ഒരു ഷോക്കിലാണ് ആ കുടുംബമുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ആര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിലൊരു പരാതി പോലീസിൽ ലഭിച്ച കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത്തരത്തിൽ മകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഈ കുടുംബത്തെ തേടി വരുന്നത്. ആ ഒറ്റ മകളാണ് ആര്യ എന്ന് പറയുന്നത് ഈ കുടുംബത്തെ സംബന്ധിച്ച്. അതിനാൽ തന്നെ അത്തരത്തിലൊരു വിഷമം അവർക്ക് വലിയ തോതിലുണ്ട്. ഏത് തരത്തിലാണ് ഇവർ, എങ്ങനെയാണ് ഇത്തരത്തിലൊരു ടൂർ പോയത് ഉൾപ്പെടെയുള്ള, ഏത് തരത്തിൽ പോയി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വട്ടിയൂർക്കാവ് പോലീസ് ഉൾപ്പെടെ ഈ മരണവുമായി സംബന്ധിച്ച വിവരങ്ങൾ നിലവിൽ ശേഖരിച്ചു വരികയാണ്. അരുണാചൽ പ്രദേശിലെ പ്രാദേശിക പോലീസ് സ്റ്റേഷനുമായി വട്ടിയൂർക്കാവ് പോലീസ് ബന്ധപ്പെടും. ഇത്തരത്തിലുള്ള വിവരശേഖരണമാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവരുടെ ഒരു പ്രതികരണം വന്നതിന് ശേഷമേ ലഭ്യമാകൂ. എന്തായാലും ഇതിൽ ചില ദുരൂഹതകൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. പോലീസും കൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകേണ്ടിയിരിക്കുന്നു. അതെന്തായാലും വരും മണിക്കൂറുകൾ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഗോകുൽ. ശരി ജയശങ്കർ, ഇപ്പോൾ കോട്ടയത്ത് മീനിടത്ത് നിന്ന് ഈ ദമ്പതികളായ നവീനും ഭാര്യ ദേവിയും താമസിച്ചിരുന്ന വീടിന് സമീപത്ത് നിന്ന് ഇപ്പോൾ ടോബി ജോൺസൺ കൂടി ചേരുന്നുണ്ട്. ടോബി, ഈ ദമ്പതികളുടെ പശ്ചാത്തലം എന്താണ്? ഇവരെ ഈ ആര്യ എന്ന തിരുവനന്തപുരത്തുള്ള അധ്യാപികയുമായി ബന്ധിപ്പിക്കുന്ന ഘടകം എന്ത്? ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടോ? നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതയൊന്നുമില്ല. ഞാൻ എന്തായാലും മീനടത്താണ് ഉള്ളത്. ഇവിടെയാണ് നവീൻ്റെ വീടുള്ളത്. കഴിഞ്ഞ പഠനത്തിന് വേണ്ടി, ആയുർവേദ പഠനത്തിന് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് അവർ പോയത്. അവിടെ വെച്ചാണ് ഈ ദേവിയുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാകുന്നതും തുടർന്ന് വിവാഹമൊക്കെ നടക്കുന്നത്. എന്തായാലും ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ എത്തി, ഒരു വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നാട്ടുകാർക്കുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമായിരുന്നു? പയ്യനെ പറ്റി നമുക്ക് കൂടുതലായിട്ടുള്ള അറിവില്ല. അറിയാവുന്ന തൊട്ടടുത്തുള്ളതുണ്ട്. വീടും വീട്ടുകാരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, സമൂഹമായിട്ട് നല്ല അടുപ്പത്തിൽ, നല്ല ബന്ധത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ പയ്യൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ. ഈ പുനർജനി എന്ന് പറയുന്ന ഒരു സംഭവത്തെപ്പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള സേവയോ അങ്ങനെ കണ്ട് ചെയ്തിങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ വരഞ്ഞ് ബ്ലഡ് ഊർന്നു പോയി ആള് മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത് ആരാണ് പറഞ്ഞത്? എവിടെ നിന്ന്? അതായത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ അന്വേഷണം വന്നു, പോലീസ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ വിവരം ഇവിടെ പറഞ്ഞു. അപ്പം മുമ്പ് പോലീസ് ഇല്ല, ഇതിന് മുമ്പ് വന്നിട്ടില്ല. ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഇവരിവിടെ വന്ന അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു. ആദ്യം ബന്ധപ്പെട്ട അച്ഛനോട് വിവരം പറഞ്ഞു. അതിന് ശേഷം പിന്നെ നമ്മളൊക്കെ അറിയുന്നത്. ഞാനൊരു 2:30 കൂടിയുള്ള സമയത്ത് അറിയുന്നത്. ഇവര് നേരത്തെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇവര് എന്നാണ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയത്? ഇവിടുന്ന് 17-ാം തീയതിയാണ് ഇവിടുന്ന് ഇവർ തിരുവനന്തപുരത്തിന് പോയത്. ഭാര്യയും ഭർത്താവും കൂടെ 1.5 മാസമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 17-ാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് പോയിട്ട് മറ്റു വിവരങ്ങൾ, ഇവർ ഈ പയ്യൻ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഈ പുനർജനി എന്ന് പറഞ്ഞ ആ ഒരു സാത്താൻ സേവാ സംഘടനയിലെ പുള്ളി സജീവമായിട്ട് പ്രവർത്തിക്കും. ഭാര്യയും ഭർത്താവും അങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചെന്നുള്ളതാണ്. എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ. ഇവിടെ വന്നിരുന്നു പോലീസ്? അവർ മെസ്സേജ് വിളിച്ച് പറയുമായിരുന്നു. പിന്നെ പോലീസ് ഇവിടെ വന്നായിരുന്നു. ഇവിടുന്ന് ആരെങ്കിലും ഇപ്പം അരുണാചൽ പ്രദേശോട്ട് അതിലോട്ട് പോയിട്ടുണ്ട്. ഈ മരിച്ച നവീൻ്റെ അപ്പാപ്പൻ്റെ മകന് ബോണി എന്ന് പറഞ്ഞ പയ്യനും പിന്നെ തിരുവനന്തപുരത്തെ ശ്രീയുടെ ബന്ധുക്കളും ഇവരെല്ലാം കൂടെ അരുണാചലിലോട്ട് ഇപ്പം പോയിട്ടുണ്ട്. അരമണിക്കൂറായി ഇവിടുന്ന് പോയിട്ട്. നാട്ടുകാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ല, ആരുമായിട്ടും ബന്ധമില്ലായിരുന്നു. പുള്ളി പ്രത്യേക തിരുവനന്തപുരത്തും ആയിരുന്നു. പിന്നെ ഈ ഒരു സംഘടനയിൽ ചേർന്നുകൊണ്ട് ഏതൊരു സാധാരണ സേവ അങ്ങനെ കണ്ട ഒരു സംഘടനയിലാണ്. മറ്റു മനുഷ്യരുമായിട്ടും സ്വന്തം അപ്പാപ്പനുമായിട്ടും പോലും യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പാപ്പന് തന്നെ ഇവിടെ ആരുമായിട്ടും, ഇവിടെ ചെറുപ്പം 38 വയസ്സേ ഉള്ളൂ പയ്യന്. പക്ഷേ
ഈ നാട്ടിലുള്ള പിള്ളേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അച്ഛനും അമ്മയായിട്ട് നിങ്ങൾക്ക് അറിയാം, അവരെ വർഷങ്ങളായിട്ട് അറിയാം. അതെ അതെ അതെ, സമൂഹമായിട്ട് നല്ലതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. വളരെ കാര്യം സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ് എന്ന് വരികിലും വളരെ സൗമ്യമനസ്സോടു കൂടി എല്ലാവരോടും സഹകരിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഫാമിലി. അങ്ങനെയാണ്. അതായത് കൃത്യമായി കൂടുതൽ വിവരങ്ങളൊന്നും നാട്ടുകാർക്ക് പങ്കുവെക്കാൻ ഇല്ല. കാരണം നവീൻ അങ്ങനെ കാര്യമായൊരു ഇടപെടലുകൾ ഇവരുമായിട്ടൊന്നും നടത്തിയിരുന്നില്ല. ഇതിന് സമീപത്തായിട്ടാണ് അവരുടെ വീടുള്ളത്. അവരുടെ ബന്ധുക്കൾ എന്തായാലും രണ്ടുപേർ ഇപ്പോൾ അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് പറഞ്ഞ വിവരങ്ങളാണ് ഇപ്പോൾ അവർ പങ്കുവച്ചത്. ടോബിയാണ് മീനടത്തു നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഈ ദമ്പതിമാർ 1.5 മാസം ആയി അവിടെയാണ് താമസിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് അവർ തിരുവനന്തപുരത്തേക്ക് പോയി എന്നാണ് അയൽവാസി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ആകെ ഒരു ദുരൂഹത ഈ പ്രശ്നത്തിൽ, ഈ വിഷയത്തിൽ തുടക്കം മുതൽ അനുഭവപ്പെടുന്നു. ഇവർ 3 പേരും അങ്ങോട്ടേക്ക് എങ്ങനെ എത്തി, മറ്റൊരു സംസ്ഥാനത്തേക്ക് എങ്ങനെ എത്തി, ഈ മരണം സംഭവിച്ചത് എങ്ങനെയാണ്, ഈ 3 പേരെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി അതെന്തായിരിക്കും, ഈ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ആര്യയുടെ വീട്ടിൽ നിന്ന് ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദമ്പതിമാർ മീനടത്തു നിന്നുള്ളവരാണ്. പക്ഷേ ദമ്പതിമാരിൽ ഒരാൾ ദേവി ആര്യ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു ഭാഷ, ഒരാൾ ജർമ്മൻ ഭാഷയും ഒരാൾ ഫ്രഞ്ച് ഭാഷയും പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരാൾ ആ രീതിയിലുള്ളൊരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരിക്കാം, ഒരു സൗഹൃദമോ മറ്റോ. അതുമാത്രമാണ് ഒരു ഏക വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റ് രീതിയിൽ ഈ 3 പേരും തമ്മിൽ ഏത് രീതിയിൽ സുഹൃത്തുക്കളായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തമ്മിലുള്ള ബന്ധം, ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ ഇവർ 3 പേരും മരിച്ചു. ആര്യയുടെ കാര്യത്തിൽ മാത്രമാണ് കാണാതായി എന്നതിലൊരു പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ ആകെ ഒരു ദുരൂഹത മണക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ? അതായത് ആര്യയും ദേവിയും നവീനും ഒരുമിച്ചാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറുന്നത്. ശേഷം ഇവർ 3 പേരും ഇവിടെ നിന്ന് ഒരുമിച്ചാണ് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രഞ്ച് അധ്യാപികയായിരുന്ന ആര്യ, ഇതേ സ്കൂളിൽ ജർമ്മൻ പഠിപ്പിച്ചിരുന്ന ദേവി, ഇത് തന്നെയാണ് പ്രാഥമികമായി ഇവർ തമ്മിലുള്ള കണക്ഷൻ. ഈ നവീനുമായുള്ള ബന്ധം ഏത് തരത്തിൽ എന്നുള്ള വിഷയമാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇവർ എന്തിന് ഇത്തരത്തിൽ അരുണാചൽ പ്രദേശിലേക്ക് പോയി, കുടുംബത്തോടെ മറ്റൊരിടത്തേക്ക് പോകുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇവർ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നു. ഇറ്റാനഗർ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ഈ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ഈ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുന്നു എന്നൊരു ആത്മഹത്യാ കുറിപ്പ് എഴുതിക്കൊണ്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ കുറിപ്പ് എഴുതിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ഈ 3 പേരും തയ്യാറായത്? ഏത് തരത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു യാത്ര ഉദ്ദേശിച്ചത്? അതിനുള്ള കാരണം എന്ത്? ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. വലിയ ദുരൂഹതയുണ്ട്. വട്ടിയൂർക്കാവ് പോലീസിൻ്റെ ഒരു സംഘം അരുണാചൽ പ്രദേശിലേക്ക് പോകുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ വേണം. തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ തോതിലുള്ള ദുരൂഹതയാണ് ഈ മരണവുമായി, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാണ് നിലവിലെ പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മീനടത്തു നിന്ന് ടോബിയും ചേരുന്നുണ്ട്. ടോബി, നേരത്തെ ഈ അയൽവക്കക്കാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു കാര്യം, ഒരു പുനർജനി എന്ന ഒരു സംഘടന, അത് കുറച്ചൊരു അന്ധവിശ്വാസം അത് പുലർത്തുന്ന ഒരു സംഘടനയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാത്താൻ എന്നുള്ള വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിച്ച് കണ്ടു. അപ്പോൾ ആ രീതിയിൽ അവർ അത്തരം ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ മരണവുമായി, അത്തരം വിശ്വാസങ്ങൾക്ക് ഒരു ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ കത്ത് കിട്ടിയിരുന്നു. ആ എഴുതിയ കത്തിലും ഇതുപോലെ സന്തോഷമായി ജീവിച്ചു, ഇനി പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള കത്തിൽ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടാണോ ഈ രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ പുനർജനി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഇവർ 3 പേരും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നോ? ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുമുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് കൂടുതൽ പേരോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു അയൽക്കാരൻ പറഞ്ഞത് അവർ വളരെ സൗഹൃദത്തോടെയാണ് പെരുമാറിയിരുന്നത് എന്ന്. അത് രണ്ടും കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുകയും ചെയ്തു ഈ 2 പേരും പറഞ്ഞത്.
ഈ ഒരു കാര്യത്തിലേക്ക് നാട്ടുകാർ ഒരു അസസ്മെന്റിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ നാട്ടുകാർക്ക് ലഭിച്ചത് പോലീസ്, അതായത് തിരുവനന്തപുരത്ത് നിന്നുമുള്ള പോലീസ് സംഘം നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അവർ പങ്കുവെച്ച വിവരമാണെന്നുള്ള തരത്തിലാണ് ഈ നാട്ടുകാർ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും ഔദ്യോഗികമായിട്ട് പോലീസ് സംവിധാനങ്ങൾ, കോട്ടയത്തെ പോലീസ് മേലധികാരികളൊന്നും തന്നെ ഇക്കാര്യം നമ്മളോട് പങ്കുവച്ചിട്ടില്ല. കാരണം ഇത് അന്വേഷിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘമാണ്. ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മളോട് പറഞ്ഞത് ഈ മരിച്ച നവീന്റെ ശരീരത്തിൽ മുറിവുകളൊക്കെയുണ്ട്, അത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണോ എന്നുള്ള സംശയം തന്നെയാണ് നാട്ടുകാർക്കുമുള്ളത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലഭിച്ച വിവരങ്ങളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നാട്ടുകാരുമായി വലിയ അടുത്ത ബന്ധമൊന്നുമില്ല. ഇവരുടെ നവീന്റെ അച്ഛനും അമ്മയൊക്കെ വലിയ അടുപ്പവും വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളുകളാണെങ്കിലും നവീൻ ഇവിടെ കാര്യമായിട്ട് നാട്ടുകാരുമായി അങ്ങനെ ഇടപഴകുന്ന ഒരു അവസ്ഥയിലല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും ഇവരുമായി അറിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവർ കഴിഞ്ഞ മാർച്ച് 17 ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം ഇവിടേക്ക് വന്നിട്ടില്ല എന്നുള്ള വിവരമാണ്. അതിനുശേഷം ഒരു തവണ ഫോണിൽ മാതാപിതാക്കളെ ബന്ധപ്പെട്ടു എന്നുള്ളൊരു വിവരം മാത്രമേ ഇവർക്കും അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഞെട്ടലിലാണ് ഇത്തരത്തിലുള്ളൊരു മരണ വാർത്ത കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഒരു വാർത്ത കൂടി, ഇത്തരത്തിലുള്ള ചില സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്ത കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും അവർ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഞെട്ടലിലാണ് ഈ നാട്ടുകാരുമെല്ലാം ഉള്ളത്. എന്തായാലും ഈ ബന്ധുക്കൾ ഇവിടെ നിന്ന് ഇപ്പോൾ അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ട്. അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്തായാലും അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു മരണത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ മീനടം ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. സ്മിത. ടോബി, ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പം അവർ അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനോ അങ്ങനെ അദ്ദേഹത്തിനോട് പോലും സംസാരിക്കാറുണ്ടായിരുന്നില്ല, അടുപ്പുണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മൾ സംസാരിച്ച അയൽക്കാരൻ പറയുകയുണ്ടായി. അപ്പോൾ ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അങ്ങനെ അടുത്ത ബന്ധമുള്ളവർ ആരെങ്കിലും, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? അവരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? അപ്പോൾ ഇവരുടെ യാത്രയെക്കുറിച്ചൊക്കെ അവർക്ക് അറിയാമായിരുന്നു? ആ രീതിയിലുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? നിലവിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിന് ശകലം കുറച്ചങ്ങോട്ട് മാറിയാണ് ഈ വീടുള്ളത്. കാരണം അവിടെ അസുഖമായിട്ടുള്ള ഒരു അമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായി ഈ ഒരു വിവരം അവരോട് പങ്കുവച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും മാധ്യമങ്ങളാരും തന്നെ അവരുടെ വീട്ടിലേക്ക് പോവുകയോ അവരെ കൂടുതൽ ശല്യപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടില്ല. നിലവിൽ ഉണ്ടായിരുന്ന ബന്ധുക്കളും അടുത്തുള്ള അയൽവാസികളായിട്ടുള്ള ആളുകളും നമ്മളോട് പങ്കുവച്ച വിവരങ്ങളാണ് നമുക്ക് പറയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു വിവരം വീട്ടിലുള്ളവർ, ബാക്കിയുള്ള ആളുകൾ, ഇപ്പോൾ അമ്മയടക്കമുള്ളവർ അറിഞ്ഞതിന് ശേഷം മാത്രമേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം, വീട്ടുകാർ, കുടുംബവും ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിന് നിലവിൽ തയ്യാറായിട്ടില്ല. ഉള്ള 2 ബന്ധുക്കൾ, 2 പേർ അവർ അരുണാചൽ പ്രദേശിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വീട്ടിൽ സാധാരണ രീതിയിൽ പോലെ തന്നെയായിരുന്നു ഇവർ പെരുമാറിയിരുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നവീന്റെ പെരുമാറ്റത്തിലുണ്ടായ ചില മാറ്റങ്ങൾ കൃത്യമായി ഈ നാട്ടുകാരടക്കമുള്ളവർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിവരം കൂടി അറിയുമ്പോൾ അതിലൊരു വലിയൊരു ദുരൂഹതയുണ്ടോ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർ പങ്കുവച്ച ആ ഒരു ബന്ധം അത് ആശ്ചര്യത്തോടെയാണെങ്കിലും അവർ വിശ്വസിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും, അത് എന്തൊക്കെയാണെന്നുള്ള അറിയാനുള്ളൊരു ആകാംക്ഷയിലൊക്കെ തന്നെയാണ് നാട്ടുകാരുമുള്ളത്. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇവർക്ക് കൂടുതലായി അറിയില്ല. പഠന കാലയളവ് ഏകദേശം ഒരു 10 വർഷത്തോളം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഈ നവീൻ ഉണ്ടായിരുന്നത്. അതിനുശേഷവും അവിടെ തന്നെ ജോലിയൊക്കെ നോക്കി തിരുവനന്തപുരവുമായി കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലിറങ്ങി നാട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ശരി, ടോബിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ടോബി സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിലുള്ള പ്രായമായ അമ്മ, അത് ഇവരിൽ ഒരാളുടെ അമ്മയാകാമെന്ന് നമ്മൾ ആ കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ തന്നെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ആരെല്ലാമാണ് അടുത്ത ബന്ധുക്കൾ ഉള്ളത്? വീട്ടിൽ ഇതുവരെ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്താനോ മാധ്യമപ്രവർത്തകർക്ക് പ്രതികരണങ്ങൾ എടുക്കാനോ ഇപ്പോൾ കഴിയുന്നില്ല. അല്പസമയത്തിനകം അത് സാധിക്കും. അവരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ആര്യയുടെ വീട്ടിൽ നിന്ന് ജയശങ്കർ വീണ്ടും ചേരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ ടോബി പറയുകയായിരുന്നു കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭിക്കുന്നില്ല, വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആര്യയുടെ കാര്യത്തിലാണെങ്കിൽ ആര്യയെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം അതെങ്കിലും ആര്യയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ആര്യയ്ക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആര്യ ഇങ്ങനെ 2 സുഹൃത്തുക്കളുടെ കൂടെ യാത്ര പോയി, ഈ രീതിയിലുള്ള വിവരങ്ങൾ, അവർ തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം, അത് നേരത്തെ തന്നെ സൗഹൃദമാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിൽ
തരത്തിലുള്ള ഇടപാടുകളാണോ, ബന്ധമാണോ, ആ രീതിയിൽ എന്തെങ്കിലും വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ജയശങ്കറാണ് നമുക്കൊപ്പം ചേരുന്നത് വിവരങ്ങളുമായി. അരുണാചൽ പ്രദേശിലാണ് ഈ ദമ്പതികൾക്കൊപ്പം ഈ അധ്യാപിക ആര്യ, ദമ്പതികളായ ദേവിയും നവീനും. അവർക്കൊപ്പം ആര്യ തിരുവനന്തപുരം സ്വദേശിയാണ്, അധ്യാപികയാണ്. ഇവർ 3 പേരെയും അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2-3 ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. ജയശങ്കർ ചേരുന്നുണ്ട്. ആര്യയുടെ വീട്ടിൽ നിന്ന്, മരിച്ച ആര്യയുടെ വീട്ടിൽ നിന്നാണ് ജയശങ്കർ ചേരുന്നത്. ജയശങ്കർ, കേൾക്കാമെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതായത് അടിമുടി ദുരൂഹതയാണ് തുടക്കം മുതൽ ഈ വിഷയത്തിലുള്ളത്. ഈ ആര്യയും ദേവിയും തമ്മിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തു, അതിന് പിന്നാലെ സൗഹൃദമായി എന്നൊരു വിവരം മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത്. ആര്യയുടെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ പിതാവ് വട്ടിയൂർക്കാവ് പോലീസിൽ ഇത്തരത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞൊരു കൃത്യമായ ഒരു പരാതി കൊടുത്തിരുന്നു. ഈ വിഷയത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കൃത്യമായ ഒരു അന്വേഷണവും നടത്തിയിരുന്നു. മറ്റുള്ളവരുടെ കേസിൽ ഇത്തരത്തിൽ ഏതെങ്കിലും പരാതി ഉണ്ടായോ ഇല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. വ്യക്തമായൊരു ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇവരെന്തിനെ അത്തരത്തിൽ അരുണാചൽ പ്രദേശിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിക്കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു? എന്ത് പ്രതിസന്ധികളാണ് ഇവർക്കുണ്ടായത്? ഇല്ലെങ്കിൽ ജീവിതം അവസാനിക്കാൻ മാത്രം എന്ത് സന്തോഷമാണ് ഇവർക്ക് ലഭിച്ചത്? അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ആര്യയുടെ വീടിന് മുന്നിൽ നാട്ടുകാരായ ചിലരെല്ലാം കൂടി നിൽക്കുന്നുണ്ട്. ചേട്ടാ, ഈ ആര്യയും കുടുംബത്തെയും പരിചയമുണ്ടോ? വർഷങ്ങളായിട്ട് അറിയാം. നല്ല ബന്ധമാണ്. പിന്നെ പുള്ളിയുടെ ഈ ആര്യയുടെ പിതാവുമായിട്ട് വർഷങ്ങളായിട്ട് ബന്ധമാണ്. ഞങ്ങൾ അവിടുത്തെ കരയോഗത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പക്ഷേ പുള്ളി ഈ ആര്യ എന്ന് പറയുന്നത് വളരെയധികം ഒതുങ്ങി കൂടുന്ന ഒരു ഇതാണ്. ആരുമായിട്ടും അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. വളരെ മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് കൃത്യമായി ജീവിക്കുന്ന ആളുകളായിരുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കി അവർ ജീവിച്ചു പോകുന്ന വളരെ നല്ലൊരു അടുത്തൊരു നല്ല ബന്ധമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഇത് ഇപ്പോൾ ഇങ്ങനെ കേട്ട സമയത്ത് ഇത് എന്ത് സംഭവിച്ചു, എങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? ഇപ്പോൾ ബന്ധുക്കളായിട്ട് മറ്റോ സംസാരിക്കാൻ എന്തെങ്കിലും സാധിച്ചോ? ഇല്ല, ഒന്നും സാധിച്ചിട്ടില്ല. കാര്യം ഞാൻ വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി. കാര്യം വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ. കാര്യം കുട്ടിയുടെ കല്യാണം ഈ അടുത്ത സമയത്ത് നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ മാസമോ അടുത്ത മാസമോ കല്യാണം നിശ്ചയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് പുള്ളി. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കതൊന്നും അറിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു ഷോക്കിലാണ്. അതായത് നാട്ടുകാർ ഉൾപ്പെടെ വല്ലാത്തൊരു ഷോക്കിലാണുള്ളത് ഈ ആര്യയുടെ മരണം. കാരണം ഈ അടുത്ത മാസം മറ്റോ കല്യാണം നിശ്ചയിച്ചൊരു കുട്ടിയാണ്. വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുന്നൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടാകുന്നത്. കുടുംബത്തിൻ്റെയും മറ്റും തുടർ പ്രതികരണങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാം. വീടിപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. കുടുംബം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കൃത്യമായി പിതാവ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ഇനി കുടുംബത്തിൻ്റെ പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ പോലീസും വട്ടിയൂർക്കാവ് പോലീസും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിലൂടെ എല്ലാം തന്നെ ഈ ദുരൂഹതകളെല്ലാം പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം മാത്രമായിരിക്കും എന്ത് സംഭവിച്ചു എന്നത് കൃത്യമായി പറയാൻ സാധിക്കും. കേരളത്തിലെ ഒന്നിൽ കൂടുതൽ ജില്ലകളിലുള്ള ആളുകളാണ് ഇവർ തമ്മിൽ. തിരുവനന്തപുരത്ത് വെച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തൊരു കണക്ഷൻ ഉണ്ടാകുന്നു. ഇത് വലിയൊരു സൗഹൃദത്തിലേക്ക് കിടക്കുന്നു. ഇത് പിന്നീട് ഇത്തരത്തിലൊരു യാത്ര പോകുന്ന ഘട്ടം ഉണ്ടാകുന്നു. അവിടം വരെ കാര്യങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അതിനുശേഷം ഈ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവിടെയാണ് ദുരൂഹതയുള്ളത്. ആ ദുരൂഹതയാണ് ഇനിയുള്ള പോലീസ് അന്വേഷണത്തിൽ നീക്കപ്പെടേണ്ടത്. ആ കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. ഒരു കാര്യം കൂടി, ഈ ആര്യയെ കാണുന്നില്ല എന്ന് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പിതാവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ യാത്രയെക്കുറിച്ച് പിതാവിനോടോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരോടോ ആര്യ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു വിവാഹ നിശ്ചയം വരെ എത്തി നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ വിവാഹബന്ധത്തിന് ഇഷ്ടമില്ലായക അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും തരത്തിൽ വീട്ടിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുകൾ അല്ലെങ്കിൽ വീട് വിട്ടു പോകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ആ രീതിയിൽ എന്തെങ്കിലും ഈ പരാതിയിലുണ്ടോ? ഒപ്പം തന്നെ ഈ പരാതി ലഭിച്ചിട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു, അതെവിടെ എത്തി നിന്നിരുന്നു? അതായത് പോലീസ് പ്രാഥമികമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ പിതാവ് നൽകിയ പരാതി മകളെ കാണാനില്ല എന്നത് മാത്രമാണ്. ഇതിൻ്റെ പുറത്ത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിനിടയിലാണ് അരുണാചൽ പോലീസിൽ നിന്നും കൃത്യമായി ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ഇൻറ്റിമേഷൻ കേരള പോലീസിന് ലഭിക്കുന്നത്, വട്ടിയൂർക്കാവ് പോലീസിന് ലഭിക്കുന്നത്. ഇതിന് പിന്നാലെയാണ്
ഈ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയാണ്. മറ്റു തരത്തിലുള്ള എന്തെങ്കിലും വിയോജിപ്പുണ്ടായിരുന്നോ, മറ്റു വിഷയങ്ങളുണ്ടായിരുന്നോ, ഇതിനെല്ലാം കുടുംബത്തിൻ്റെ പ്രതികരണം എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാൻ ഈ കുടുംബം തയ്യാറായിട്ടില്ല. അവരുടെ ഒരു മാനസികാവസ്ഥ പ്രധാനമാണ്. കാരണം സ്വന്തം മകൾ വിവാഹം നിശ്ചയിച്ചൊരു പെൺകുട്ടി മരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ കുടുംബമുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബം ഇതുവരെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം കിട്ടുമ്പോഴും ഒപ്പം പോലീസിൻ്റെ ഒരു അന്വേഷണം കൃത്യമായി ഈ വിഷയത്തിൽ നടക്കുന്നൊരു ഘട്ടത്തിലായിരിക്കും ഈ ദുരൂഹത അഴിക്കാൻ സാധിക്കുക. ദുരൂഹത അഴിക്കപ്പെടേണ്ടതുണ്ട്. കാരണം 3 പേർ കൃത്യമായി ഒരു യാത്ര പോകുന്നു, റൂമിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കുന്നു, ഇത്രയും നാളത്തെ സന്തോഷത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് കുറിപ്പെഴുതി വെച്ചുകൊണ്ട് മരണപ്പെടുന്നു. ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അത് കൃത്യമായി 1ാം ഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും കൃത്യതയും വരേണ്ടത്. മറ്റ് കുടുംബത്തിൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ വരേണ്ടിയിരുന്നു. ആര്യയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ടോ മറ്റു തരത്തിലോ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നമ്മൾ നിരന്തരം ഈ പ്രതികരണം കുടുംബത്തോട് തേടുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് അല്പസമയത്തിനകം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. മറ്റു തരത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടുള്ള വിഷയത്തിൽ ഉൾപ്പെടെ നമ്മൾ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടത് പോലീസിൻ്റെ നിഗമനങ്ങളാണ്, പോലീസ് കണ്ടെത്തലുകൾ തന്നെയാണ്. പോലീസും ഈ വിഷയത്തിൽ അല്പസമയം മുമ്പാണ് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് കൃത്യമായ വിവരങ്ങൾ പോലീസും നൽകും. പോലീസ് അന്വേഷണത്തിലൂടെ ഈ ദുരൂഹതകൾ മാറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഒരു ദാരുണമായൊരു മരണം സംഭവിച്ചിരിക്കുന്നു. ആ കുടുംബത്തിന് വലിയ നഷ്ടമാണ്. അവർ ആ ഒരു ദുഃഖത്തിലാണ്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഞെട്ടലോടെയാണ് ആ കുടുംബവും ബന്ധുക്കളും അയൽവക്കക്കാരും എല്ലാവരും തന്നെ ആര്യയുടെ മരണത്തിൽ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ വളരെ ഞെട്ടലോടെയാണ് അവർ ഇരിക്കുന്നത്. ഒപ്പം തന്നെ മലയാളി ദമ്പതിമാരായ കോട്ടയത്ത് നവീനും ദേവിയും ഇവർക്കൊപ്പമാണ് ആര്യ എന്ന അധ്യാപികയെ ആയതും അതിനെ തുടർന്ന് അരുണാചലിൽ നിന്ന് മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയതും. ഏറെ ദുരൂഹതകൾ ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കോട്ടയം സ്വദേശികളാണ് തിരുവനന്തപുരം സ്വദേശി ആര്യയ്ക്കൊപ്പം അരുണാചലിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. 3 ദിവസത്തെ പഴക്കമുണ്ട് ഈ മൃതദേഹത്തിന്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പരിസരവാസികളും അയൽക്കാരും ഒക്കെ തന്നെ ആ ഞെട്ടലിലാണ്, ആ വിവരം അറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.